ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മനു ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു, എന്നോട് പിണക്കാണോ? സോറി, പറഞ്ഞ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. 2 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം 4 ദിവസം കഴിഞ്ഞു. സോറി, എന്നോട് പിണങ്ങല്ലേ. ബി.എഡിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരെക്കുറിച്ച്. പലരെയും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. വിളിച്ച സ്ഥിതിക്ക് പോയി എല്ലാവരെയും കണ്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോരണമെന്നാണ് വിചാരിച്ചത്. എന്നാൽ കണ്ടുമുട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒഴിയാൻ നോക്കി, എങ്കിലും അവർ വിട്ടില്ല. ഒരു ട്രിപ്പ് പോകാനുള്ള മൂഡിലൊന്നും അല്ല ഞാൻ. എങ്കിലും അവർ നിർബന്ധിച്ചതുകൊണ്ട് കൂടെ പോയി. ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചു നിന്റെ വിശേഷങ്ങൾ എന്താണ്, കാണാറുണ്ടോ എന്നെല്ലാം. ഇനി എന്നാ ഗൗരി നിന്നെ കാണാൻ കഴിയുക? നീ എന്നാ ഇവിടേക്ക് തിരികെ വരിക? നിന്നെ അറിയാവുന്ന പലരോടും ഞാൻ നിന്റെ അച്ഛൻ്റെ നാടും വീടും എവിടെയാണെന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല. അറിയാഞ്ഞിട്ടായിരിക്കില്ല, പലരും രാജേശ്വരി മേഡത്തെ പേടിച്ചിട്ടായിരിക്കും പറയാത്തത്. നിന്റെ അമ്മാവനെ കണ്ട് പല തവണ ചോദിച്ചു, പറഞ്ഞില്ല. രമേശിനോടും ചോദിച്ചു നോക്കി, അവനും പറഞ്ഞില്ല. നീ എവിടെയാണെന്ന് എന്നോട് പറയരുതെന്ന് രാജേശ്വരി മേഡത്തിൻ്റെ കൽപ്പനയുണ്ടാകും. നമ്മളിൽ സത്യമുണ്ട് ഗൗരി, എനിക്ക് ഉറപ്പുണ്ട്. നീ എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ മഹാദേവൻ നമുക്ക് വീണ്ടും കാണാൻ അവസരമൊരുക്കുമെന്ന്. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നീ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾക്കും അപമാനങ്ങൾക്കുള്ള മറുപടിയായി നീ ഒരിക്കൽ ഇവിടേക്ക് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിന്നെ കഷ്ടപ്പെടുത്തിയവരുടെയും അപമാനിച്ചവരുടെയും മുന്നിൽ നീ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു കാലമുണ്ടാകും. നിന്റെ മഹാദേവൻ അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരും. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കൈ എത്തിച്ച് ടേബിളിന് മുകളിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു, സുഭാഷാ വിളിക്കുന്നത്. നിനക്കറിയില്ലേ സുഭാഷിനെ? നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാക്ഷി ഒപ്പിട്ട സുഭാഷ്. അവൻ്റെ വിവാഹമാണ്, അതിന് ക്ഷണിക്കാൻ വിളിക്കുന്നതാവും എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത്, ഹലോ പറയൂ, എന്താ കാര്യം എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ടേബിളിന് മുകളിലേക്ക് വെച്ചു. ആ ഫോട്ടോ ടേബിളിന് മുകളിൽ ശരിക്കിരിക്കാതെ താഴേക്ക് വീണ് അതിൻ്റെ ചില്ല് പൊട്ടി. അത് കണ്ട് മനു ഒന്ന് ഞെട്ടി. മനു, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ മാസം 21-ാം തീയതി എൻ്റെ മാരേജാണെന്ന്? നീ വരണം, സുഭാഷ് പറഞ്ഞു. സുഭാഷ്, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് മനു കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്കിട്ട് ഫോട്ടോ എടുക്കാനായി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെയിരുന്നു. പൊട്ടിയ ചില്ലെടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ വിരൽ മുറിഞ്ഞ് ബ്ലഡ് ഒഴുകി വന്ന് ഫോട്ടോയിലേക്ക് വീണു. അവൻ എടുത്ത ചില്ല് ഫോട്ടോയുടെ മേലെ തന്നെ വെച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് കോട്ടൺ എടുത്ത് മുറിവ് അമർത്തി പിടിച്ചു. എന്നിട്ട് ചെന്ന് ഫോട്ടോ എടുത്ത് അതിൻ്റെ പൊട്ടിയ ചില്ലുകൾ ടേബിളിന് മുകളിലേക്ക് കൊട്ടി. ചില്ലുകളെല്ലാം ടേബിളിന് മുകളിലേക്ക് വീണതിന് ശേഷം ഫോട്ടോ മറിച്ചു നോക്കി. വിരൽ മുറിഞ്ഞ് ബ്ലഡ് വീണത് ഫോട്ടോയിലെ ഗൗരിയുടെ മുഖത്ത് സ്പ്രെഡായി കിടക്കുന്നു. മനു വേഗം ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് കോട്ടൺ എടുത്ത് ആ ബ്ലഡ് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോയിലെ കളറും കോട്ടണിൽ കൂടെ ഇളകിപ്പോന്നു. വളരെ പതുക്കെ വീണ്ടും കോട്ടൺ ഒന്നൊപ്പി. വീണ്ടും ഫോട്ടോയിലെ കളർ ഇളകി ഗൗരിയുടെ മുഖമാകെ മങ്ങി വൃത്തികേടായി. മനുവിന് വല്ലാതെ സങ്കടം വന്നു. അവൻ സങ്കടത്തോടെ ഗൗരി എന്ന് വിളിച്ചു. ഗൗരി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കയ്യിലെ മുറിവ് വേദനിച്ച് മുറിവിലേക്കൊന്ന് നോക്കി. ഇടത് കൈകൊണ്ട് മുറിവിലൊന്ന് തൊട്ടു. എന്നിട്ട് ചുറ്റും നോക്കി. ആരെങ്കിലും വിളിച്ചോ? എനിക്ക് തോന്നിയതാണോ? ഗൗരി ചിന്തിച്ചു. എന്നിട്ട് മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് വാഷ്റൂമിലേക്ക് പോയി. തിരികെ വന്ന് ടേബിളിന് മുകളിലിരിക്കുന്ന അവളുടെ ബാഗിനടുത്തേക്ക് ചെന്നു. വാക്കിംഗ് സ്റ്റിക്ക് ചുമരിൽ ടേബിളിനടുത്ത് ചാരി വെച്ച് ബാഗിൻ്റെ സിബ് തുറന്ന് ഉള്ളിലേക്ക് കൈയിട്ട് അവിടെ ഒന്ന് തിരഞ്ഞു നോക്കി. എന്നിട്ട് അതിൽ നിന്ന് ആ താലിമാല കയ്യിലെടുത്തു. വളരെ സങ്കടത്തോടെ അവൾ അതിലേക്ക് നോക്കി കരഞ്ഞു. എന്നിട്ട് ആ താലിമാല കണ്ണിനോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് കരഞ്ഞുകൊണ്ട് കുറച്ചുനേരം നിന്നു. വീണ്ടും ആ മാലയിലേക്ക് നോക്കി. എന്നിട്ടവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുവേട്ടാ, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? എൻ്റെ ഈ അവസ്ഥ അറിയുന്നുണ്ടോ? ആ താലിമാല കയ്യിൽ അങ്ങനെ പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്ന് വീണ്ടും അവൾ കുറച്ചു നേരം കരഞ്ഞു. അതിനുശേഷം ദേഷ്യത്തോടെ കിതച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ താലിയിലേക്ക് അവൾ നോക്കി. മഞ്ഞ ചരടിൽ കോർത്ത ആ സ്വർണ്ണത്താലി അവളുടെ നെഞ്ചിലങ്ങനെ ചേർന്ന് കിടക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാതെ വെറുപ്പ് തോന്നി. അവൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, മഹാദേവ, നീ എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്? എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം ഉണ്ടാവുക? ദേഷ്യത്തോടെ അതിൽ നിന്നും നോട്ടം മാറ്റി അവൾ കുറച്ചു നേരം കിതച്ചങ്ങനെ നിന്നു.
എന്നിട്ട് വളരെ സങ്കടത്തോടെ കയ്യിലുണ്ടായിരുന്ന താലിമാല ബാഗിലേക്ക് തന്നെ തിരികെ വെച്ചു. ചുമരിൽ ചാരി വെച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് തിരികെ ബെഡിൽ വന്നിരുന്നു. വാക്കിംഗ് സ്റ്റിക്ക് ചുമരിലേക്ക് ചാരി വെച്ച് അവൾ കിടന്നു. ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ ഡോർ തുറന്ന് ദേവൻ അകത്തേക്ക് കയറി വന്ന് ചോദിച്ചു, "നീ വിളിച്ചോ?" "ഞാൻ നിങ്ങളെ വിളിച്ചൊന്നുമില്ല," ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. "ഇവിടുന്ന് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി," ദേവൻ പറഞ്ഞു. "ഇവിടെ ഒരു ശബ്ദവും കേട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക്," ഗൗരി പറഞ്ഞു. റൂമിലെ ചൂട് കണ്ട് ദേവൻ പറഞ്ഞു, "ഈ ഫാൻ ഓൺ ചെയ്ത് കിടന്നാൽ എന്താ നിനക്ക്? എന്ത് ചൂടാ ഇവിടെ?" എന്നിട്ട് ദേവൻ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. "ഇതൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനിയും ഇതിൻ്റെയൊന്നും ആവശ്യം എനിക്കില്ല," ഗൗരി പറഞ്ഞു. സഹതാപത്തോടെ ഗൗരിയെ ഒന്ന് നോക്കിയ ശേഷം ദേവൻ ആ റൂമിൻ്റെ ഡോർ അടച്ച് അവിടുന്ന് പോയി. "മഹാദേവ രക്ഷിക്കണേ, ഈ രാക്ഷസൻ രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴെങ്ങാനും കയറി വരുമോ? ഡോറ് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കിടക്കാം, രാവിലെ എഴുന്നേറ്റ് തുറന്നാൽ മതി" എന്ന് വിചാരിച്ച് ഗൗരി എഴുന്നേറ്റ് ചെന്ന് ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് ബെഡിൽ വന്നിരുന്നു. ഗൗരി കറങ്ങുന്ന ഫാനിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ കിടന്നു. എന്നിട്ട് ബെഡിൽ കിടന്നിരുന്ന പുതപ്പെടുത്ത് പുതച്ചു. മനു ഫോൺ എടുത്ത് അവൻ്റെ ഫ്രണ്ട് അഭിലാഷിനെ വിളിച്ചു. "അഭി, അന്ന് എൻ്റെയും ഗൗരിയുടെയും വിവാഹശേഷം അമ്പലത്തിന് മുന്നിൽ നിന്ന് നീയല്ലേ നിന്റെ ഫോണിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്? അത് നിന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടോ?" മനു ചോദിച്ചു. "അത് അന്ന് തന്നെ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നല്ലോ," അഭി പറഞ്ഞു. "ആ ഫോൺ അമ്മ എറിഞ്ഞു പൊട്ടിച്ചില്ലേ? ഇപ്പോൾ അതല്ല എൻ്റെ കയ്യിലുള്ളത്," മനു പറഞ്ഞു. "നീ ആ ഫോട്ടോ അന്ന് തന്നെ ശ്രീരാഗിന് അയച്ചു കൊടുത്ത് ഫ്രെയിം ചെയ്തു തരാൻ പറഞ്ഞിരുന്നില്ലേ?" അഭി ചോദിച്ചു. "അവൻ ചെയ്തു തന്നിരുന്നു. ആ ഫോട്ടോ നാശായിപ്പോയി. വീണ്ടും എനിക്ക് അതുപോലത്തെ ഫോട്ടോ വേണം," മനു പറഞ്ഞു. "നീ ശ്രീരാഗിനെ വിളിച്ച് ചോദിക്ക്. ചിലപ്പോൾ അവൻ്റെ സ്റ്റുഡിയോയിലുണ്ടാകും," അഭി പറഞ്ഞു. "ഇല്ല, ഞാൻ ശ്രീരാഗിനെ വിളിച്ച് ചോദിച്ചു. അവിടെ ഇല്ലെന്നാ പറഞ്ഞത്. നിന്റെ ഫോണിൽ ഒന്നുകൂടെ നോക്ക്, ചിലപ്പോൾ ഉണ്ടെങ്കിലോ," മനു പറഞ്ഞു. "ഇല്ലടാ, ആ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പോയി. ഞാൻ അത് മാറ്റി വേറെ വാങ്ങിയതല്ലേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്," അഭി പറഞ്ഞു. "ഇനി എന്താ ചെയ്യുക? എനിക്ക് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുണ്ട്," മനു പറഞ്ഞു. "ഗൗരിയുടെ കുറേ ഫോട്ടോകൾ നിന്റെ കയ്യിലില്ലേ? അത് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പോരെ?" അഭി ചോദിച്ചു. "അങ്ങനെ എഡിറ്റ് ചെയ്തതല്ല ആ ഫോട്ടോ." "ശരി, നിന്റെ കയ്യിലില്ലെന്നല്ലേ പറഞ്ഞത്?" എന്ന് പറഞ്ഞ് മനു കോൾ കട്ട് ചെയ്തു. "ഗൗരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത്രയും മാസങ്ങൾ ഒരു നിധി പോലെയാ ഞാനിത് സൂക്ഷിച്ചു വച്ചിരുന്നത്. എന്നാൽ ഇന്ന്..." മനു ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് വളരെ സങ്കടത്തോടെ അത് കയ്യിൽ പിടിച്ച് ബെഡിൽ ചാരിയിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ ഉണർന്ന് ഗൗരി കുളിച്ച് ഡ്രസ് മാറിയതിനു ശേഷം ബെഡിലിരുന്ന് മുറിവിൽ മരുന്ന് വയ്ക്കുകയായിരുന്നു. ഡോറിൽ മുട്ടിയ ശേഷം രാമേട്ടൻ ഗൗരിക്കുള്ള ചായയുമായി അകത്തേക്ക് കയറി വന്നു. "മോളിന്ന് നേരത്തെ ഉണർന്നല്ലേ? മുറിയിൽ നേരത്തെ വെളിച്ചം കണ്ടു," രാമേട്ടൻ ചോദിച്ചു. "ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഇന്നലെ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ," ഗൗരി പറഞ്ഞു. "ഇപ്പോൾ വേദനയ്ക്ക് കുറവുണ്ടോ?" രാമേട്ടൻ ചോദിച്ചു. "വലിയ വേദനയൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ," ഗൗരി പറഞ്ഞു. "മോള് ഈ ചായ കുടിക്ക്. ഇന്നു മുതൽ അന്നാമ്മയോട് വരണ്ടാന്ന് പറഞ്ഞിരിക്കുക. എനിക്കിപ്പോൾ പണികൾ കൂടി," രാമേട്ടൻ പറഞ്ഞു. ഗൗരി സംശയത്തോടെ രാമേട്ടനെ നോക്കി. അപ്പോൾ രാമേട്ടൻ പറഞ്ഞു, "അന്നാമ്മ ഇവിടെ വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീയാ. മോളെ ഇവിടെ കണ്ട ഓരോന്നും ചോദിക്കും. പിന്നെ പുറത്തു പോയി എല്ലാവരോടും പറയുകയും ചെയ്യും. അതുകൊണ്ട് അവരോട് വരണ്ടാന്ന് പറഞ്ഞു," രാമേട്ടൻ പറഞ്ഞു. അവൾ ആ ചായ രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ രാമേട്ടൻ പറഞ്ഞു, "കപ്പ് ഇവിടെ വെച്ചാൽ മതി. കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ എടുത്തിട്ട് പോയിക്കോളാം." രാമേട്ടൻ അത് പറഞ്ഞ് അവിടുന്ന് പോയി. രാമേട്ടൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ മെല്ലെ ചാരി. അപ്പോൾ ഗൗരി ഓർത്തു, ഇയാൾക്ക് ജോലിക്കാരല്ലാതെ സ്വന്തമായി ആരുമില്ലേ? എങ്ങനെ ഉണ്ടാകും? അതല്ലേ സ്വഭാവം. ഇവരെങ്ങനെ ഇയാളെ സഹിച്ചു നിൽക്കുന്നു ആവോ? പാവം, അയാൾക്ക് വയസ്സായി. എന്നിട്ട് ഈ വീട്ടിലെ മുഴുവൻ ജോലികളും അയാൾ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യുക? ആ രാക്ഷസൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം ചെന്ന് അയാളെ സഹായിക്കണം. എന്നിട്ടവൾ ചായ കുടിച്ച് കപ്പ് ടേബിളിന് മുകളിലേക്ക് വെച്ചു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തലയിണയുടെ അടിയിൽ വെച്ചിരുന്ന ബുക്ക് എടുത്ത് തലയിണ ചാരി വെച്ച് അവൾ ബെഡിൽ ചാരിയിരുന്ന് ബുക്ക് തുറന്ന് വായിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമേട്ടൻ അവൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്നു കൊടുത്തു. "ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ?" ഗൗരി ചോദിച്ചു. "മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റെ സ്വന്തം മോളാണെന്നാ കരുതുന്നേ. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല,"
രാമേട്ടൻ പറഞ്ഞു. അതുകേട്ട് അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നി. അവൾ രാമേട്ടൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. എന്നാലും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. മോള് കരയുന്നതെന്തിനാ? കറിയൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ഇത് കഴിക്ക്. കുഞ്ഞുണരേണ്ട സമയമായി. ഞാൻ ചായ കൊണ്ടുപോയി കുഞ്ഞിനെ വിളിക്കട്ടെ, രാമേട്ടൻ പറഞ്ഞു. കുഞ്ഞോ? ഗൗരി ചോദിച്ചു. ദേവൻ കുഞ്ഞ്. കുഞ്ഞ് ജനിക്കുന്നതിനും വളരെ മുമ്പ് തൊട്ട് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒപ്പം കൂടിയതാ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞേന്ന് വിളിച്ച് ഇപ്പോഴും അത് ശീലായി. ഇനി അത് മാറ്റാൻ കഴിയുന്നൊന്നും തോന്നുന്നില്ല. അല്ല, എന്തിനാ മാറ്റുന്നത്? കുഞ്ഞേന്ന് വിളിച്ചാ എന്താ കുഴപ്പം? ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടുന്ന് പോയി.